പക്ഷേ ഈ ലഹരി വിതരണം ചെയ്യുന്ന ഒരു മാഫിയ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയായി വലിയൊരു സംഘമായി മാറുമ്പോൾ ഇവർക്ക് പിന്നിൽ ആളുണ്ട് എന്നൊരു ബോധ്യത്തിൽ എന്തും ചോദ്യം ചെയ്താൽ ആരെയും ചോദ്യം ചെയ്യാം, ആരെയും ആക്രമിക്കാം, തങ്ങളെ സംരക്ഷിക്കാൻ ഒരു സംഘം തങ്ങളുടെ പുറകിലുണ്ട് എന്നൊരു ധൈര്യം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന അതിൻ്റെ ആളുകൾക്കുണ്ടാകും. അതെ, അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പം ഒരാളെ നമ്മൾ ഒറ്റ കൊടുക്കുന്നു, ഒരുത്തനെ അവൻ MDMA ആണെന്ന് വെച്ചോ, അവനെ നമ്മൾ ഒറ്റ കൊടുക്കുന്നു, ഇവനെ എക്സൈസ് തൂക്കി കൊണ്ടുപോയി റിമാൻഡ് ചെയ്യും, ഇവൻ ജയിലിലാവും. ഇവൻ ജയിലിൽ എക്സൈസ് കേസിൽ ഇവനെ അബ്കാരി പറ്റി ഇതിനകത്ത് മയക്കുമരുന്ന് കേസിൽ ഇവൻ അകത്തു പോകും. പക്ഷേ പിന്നെ നമ്മളെ തേടി വരുന്നത് ഇവൻ്റെ ഗ്യാങ്ങിലുള്ള അടുത്തവന്മാരായിരിക്കും. നമ്മളിവനെ ഒറ്റ കൊടുത്താൽ പിന്നെ നമ്മളെ തേടി വരുന്നത് അടുത്ത ഗ്യാങ് തേടി വരും. ഇങ്ങനെ തേടി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവന്മാരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തേടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ചിലപ്പോഴേ നമ്മളെ ആക്രമിക്കത്തുള്ളൂ. പക്ഷേ ഇവന്മാർ വന്ന ഒരു എന്താ പറയുക, ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. അതായത് നാട്ടിൽ 10 പേര് ഇറങ്ങുമ്പം എടാ നിന്നെ തേടി കുറച്ച് ചെറുപ്പക്കാർ ബൈക്കിൽ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തുക. അതൊരു കുടുംബവും കുട്ടിയായിട്ടൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അയ്യോ ഞാനിത് ചെയ്തത് അവന്മാർ അറിഞ്ഞല്ലോ, ഈ സമയവും ആക്രമിക്കപ്പെട്ടേക്കും എന്നൊരു പേടി ടെൻഷനിലോടുകൂടി പിന്നെ ജീവിക്കേണ്ടി വരും. ഇതാണ് പലരെയും ഇത് ഒറ്റ കൊടുക്കുന്നതിൽ മടിപ്പിക്കുന്നത്. ഇവൻ ചെയ്തു വരുന്ന ഈ ഋതു എന്ന് പറയുന്നത്, ഋതു ജയൻ അവൻ്റെ പേര്, ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവൻ ബംഗളൂരുവിൽ പോയി അവിടെ നിന്ന് MDMA വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വിൽപ്പനയാണ് ഇവൻ്റെ പരിപാടി. അവിടെ ഇത് സുലഭമായിട്ട് കിട്ടുന്നതാണ്. അവിടെ ഈ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഈ മലയാളി പിള്ളേരാണ്.